എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർപ്രൈസ് OTTകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഐ ആം കാതലൻ എന്ന സിനിമയെ കുറിച്ചാണ്. നസ്ലിനാണ് സിനിമയിൽ നായകൻ. ഷെയ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയിരുന്നു. എവറേജ് അഭിപ്രായം മാത്രമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പ്രൈമിലി എന്ന സിനിമയ്ക്ക് ശേഷം വന്നതുകൊണ്ട് കുറച്ച് ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ ചെറിയതായതുകൊണ്ട് വലിയ ഓഡിയൻസ് സിനിമയ്ക്ക് വേണ്ടി വന്നില്ല. നസ്ലിൻ ഒരു ഹാക്കറായിട്ടാണ് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് കാതലൻ എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ക്രിസ്മസിന് പ്രീമിയർ ആയിട്ടാണ് സിനിമ വരുന്നത്. ഡിസംബർ 24-ന് മനോരമ മാക്സിൽ കാതലൻ എന്ന സിനിമ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെ കുറിച്ചാണ്. നസ്രിയയും ബേസിലും കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. 15 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടി. ഇപ്പോഴും ഈ സിനിമ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഒരു ത്രില്ലർ സിനിമയാണ് സൂക്ഷ്മദർശിനി. ഇന്ന് സൂക്ഷ്മദർശിനി എന്ന സിനിമ സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ സിനിമയുടെ HD പ്രിന്റ് സർപ്രൈസ് ആയിട്ട് വന്നത്. ഡേറ്റും കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സിനിമ OTTയിൽ റിലീസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ സിനിമ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. ജോജു ജോർജ് നായകനായ സിനിമയാണ് പണി. ഈ ചിത്രത്തിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ തിയേറ്ററുകളിൽ ഗംഭീര ഹിറ്റായിരുന്നു. 35 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ജോജു ജോർജ്, സാഗർ സൂര്യ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ പണി എന്ന സിനിമയുടെ OTT അവകാശം സോണി ലീവ് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസം പണി എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നേരത്തെ ക്രിസ്മസിന് പണി വരുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സോണി ലീവ് ചിത്രത്തിന്റെ OTT പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ജനുവരി ആദ്യ വീക്കിൽ മാത്രമായിരിക്കും പണി എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടായിരിക്കുക. സാറ്റലൈറ്റ് അവകാശം ഏഷ്യനെറ്റ് വാങ്ങിച്ചതുകൊണ്ട് ക്രിസ്മസിന് പ്രീമിയർ ആയിട്ട് TV-യിൽ പണി എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.